നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുമായിട്ട് നമ്മൾ ഇന്നും എത്തിച്ചേർന്നിരിക്കുകയാണ്. കൃത്യസമയത്ത് എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പാട്ട് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെന്ന്. പാട്ട് പാടാനായിട്ട് ടോപ്പ് സിംഗറിലെ കുട്ടിക്കുറുമ്പുകളും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനു മുന്നേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. 3 പേര് റെഡി അല്ലേ? നമുക്ക് ഇന്ന് നല്ല പാട്ടുകൾ ഒത്തിരി കേൾക്കാനുണ്ട്, ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഡബിൾ റെഡി, ട്രിപ്പിൾ റെഡി. ഓക്കെ, അപ്പൊ ആദ്യത്താണ് വിളിക്കാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. ആഹാ, മൈഥിലി കുട്ടി ഒരു പേപ്പർ ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. ഇത് ടോപ്പ് സിംഗറിന്റെ ക്യാപ്റ്റന് വേണ്ടി ഒരു സംഭവം. തരട്ടെ, അങ്ങോട്ട് തരട്ടെ. എടാ ഗുലുമാലാണോ? എന്തോ സ്പെഷ്യൽ സാധനം ആര് ചേച്ചി? വായോ. ക്യാപ്റ്റന് വേണ്ടി മൈഥിലി എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കൈ കൊണ്ട് ഞാൻ അയ്യോ, എന്താ എഴുതിയേക്കണേ? ആര്യാദയാ. കൊള്ളാലോ. ഹായ്, താങ്ക് യു. അതിന്റെ ഷെയ്ഡിങ് ഒക്കെ കണ്ടോ? നല്ല രസത്തി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഇതുപോലെയുള്ള ഈ ലെറ്റേഴ്സ് ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. പടം വരയ്ക്കാറുണ്ടോ? പടം വരയ്ക്കാറുണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട് കയ്യില്. അത് പക്ഷെ മോശമായി പോയി. എന്ത്? ആര്യദയാലിന് മാത്രം അങ്ങനെ കൊണ്ടുകൊടുത്തു. അത് ക്യാപ്റ്റൻ ആയതുകൊണ്ടാ. അതെ, ക്യാപ്റ്റൻ ആയതുകൊണ്ടാ. Representation. അതുമല്ല, പിന്നെ മധുബാലകൃഷ്ണൻ സാർ എന്നുള്ളതും പിന്നെ MJ ചന്ദ്രൻ സാർ എന്നുള്ള ഇച്ചിരി പേപ്പറിൽ തികയാത്ത വലിയൊരു ചാർട്ടില് വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങള് ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. എനിക്ക് ഗ്ലിറ്റർ ഒക്കെ ഉണ്ട്. സ്നേഹം മതി, ആ സ്നേഹം മതി. ഓക്കെ, സാരല്ല, പാവല്ലേ, മധുവിന്റെ ഒരു പടം വരച്ചു കൊടുത്തേ. വരച്ചു കൊടുക്കോ? ശ്രമിക്കല്ലേ? ഭയങ്കര ചുന്തിരിക്കുട്ടിയായിട്ടുണ്ടല്ലേ? അപ്പൊ ഏതാണ് പാട്ട് ഇന്ന്? ശ്രാവണ ചന്ദ്രിക പൂജ പിടിച്ചു. ശ്രാവണ ചന്ദ്രിക പുഷ്പം ചൂടിയ. ആ പാട്ട് ഇട്ടുണ്ടോ? ആ പാട്ടാണോ? ആ പാട്ടല്ല, ഈ പാട്ടാണോ? ശ്രാവണ ചന്ദ്രിക. ഇതാണല്ലേ? അപ്പൊ വരികൾ എഴുതിയത് വയലാർ രാമവർമ്മ സാർ, സംഗീതം ദേവരാജൻ മാസ്റ്റർ, പിന്നെ സിനിമ ഒരു പെണ്ണിന്റെ കഥ, വർഷം 1971, പിന്നെ പാടിയത് സുശീലാമ്മ. വെരി ഗുഡ്. ഇതിലൊരു വ്യത്യാസമുണ്ട്. കഥ എന്ന് പറയുന്നത്. കഥ എന്ന് പറഞ്ഞ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇവിടെ നിന്ന് പറഞ്ഞോ, അവിടെ നിന്ന് പറഞ്ഞോ? അത് മതി, അത് മതി. ഭൂമി കന്യക പുഞ്ചിരിച്ചു.
ഗുഡ് മോളെ. സീത, എന്തോ മൈഥിലിക്കുട്ടി. എന്തോ മധുവങ്കളെ വേറൊരു കാര്യമുണ്ടേ, ആ. അല്ലേ പാട്ട് തുടങ്ങുമ്പോഴേ ഇവിടെ ഒരു കുഞ്ഞുമണി കരഞ്ഞോണ്ട് എന്നും ചേച്ചി പുറത്തായിരിക്കും. ആഹാ. പക്ഷെ ഈ പാട്ട് അയ്യോ. തീരണത് വരെ കരഞ്ഞിട്ടേ ഇല്ല, ആണല്ലേ? അടങ്ങിയിരിക്കുന്നു. ഈ പാട്ട് ഇഷ്ടാണെന്ന് അർത്ഥം. അതെ, ആഹാ. ഹായ്. എന്താ അനിയത്തിക്കുട്ടിയുടെ പേര്? മഹാക്ഷ അല്ലേ? മഹാക്ഷ. നമ്മള് വന്നതാന്ന്. മാധക്കുട്ടൻ ഞങ്ങള് വിളിക്കും. മാതുക്കുട്ടാ, മാതുക്കുട്ടാ. വാ നമുക്ക് ജഡ്ജിങ് പാനലിൽ ഇരിക്കാം. വരുന്നോ? അതെ. ഒന്നും അറിയണില്ല. ഇല്ല. ഒന്നുമില്ല. യെസ്. ഉം. അപ്പൊ മൈഥിലിക്കുട്ടി എന്തോ പല ഭാഗങ്ങളും വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. ചില സ്ഥലങ്ങളിൽ മോള് ഒതുക്കി പാടേണ്ട ഇതുണ്ട്, എല്ലായിടത്തും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പാടുന്നുണ്ട്, വളരെ ബോൾഡായിട്ട് പാടുന്നു. അത് എല്ലായിടത്തും ആവശ്യമില്ല, ചില സ്ഥലങ്ങളിൽ ചില അങ്ങനെ വേണ്ട സ്ഥലങ്ങളിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ എനിക്ക് അനുരാഗ കവിതയില്ലേ, അനുരാഗ തരറാര, അനുരാഗ കവി അതിന്റെ പെർഫെക്ഷൻ അനുരാഗ. അനുരാഗ അതെ, അത് ചില സ്ഥലങ്ങളിൽ ഒന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. ശ്രുതിയും ഒന്ന് ശ്രദ്ധിക്കണം. ചില സ്ഥലങ്ങളിൽ ഷാർപ്പ് ആവുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ഫ്ലാറ്റ് ആവുന്നുണ്ട്. പവിഴ കൈ നഖ മുനയാൽ അത് ഇത്തിരി ഷാർപ്പായി. പിന്നെ പകർത്തി വെച്ചു. പവിഴ കൈനഖ മുനയാൽ പ്രകൃതിയ കവിത പകർത്തി വച്ചു. അതും 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 കറക്റ്റ് ആക്കണം. അത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ വേണം ആ സംഗതി പാടാനായിട്ട്. മോള് സ്പീഡ് കൂടി പോകുന്നുണ്ട് അത് പാടുമ്പോൾ കേട്ടോ. പിന്നെ അതിന്റെ കറക്റ്റ് നോട്ടും. പിന്നെ എന്നെ കിളി, അതും സംഗതി. പിന്നെ വീഥിക്കരികളാണ്, വീഥി പാടുമ്പോൾ നേരത്തെ വീഥി വീഥി എന്നാണ് കേൾക്കുന്നത്. പിന്നെ ആ നേരത്തെ പറഞ്ഞ കവിത കുറിച്ച് വെച്ചു എന്നുള്ളിടത്ത് ആ സംഗതി അത് ചലനത്തിലും കുറച്ചൊന്ന് പെർഫെക്റ്റ് ആക്കണം. ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിട്ട് പാടി. നല്ല വോയിസ് ആണ് കേട്ടോ, ഉഗ്രം വോയിസ് ആണ് മോളുടെ. താങ്ക് യു. അപ്പൊ ആ വോയിസിൽ ഇങ്ങനെ കറക്റ്റ് സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരുമ്പോ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ ആയിരിക്കും. താങ്ക് യു. ഓക്കെ, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഈ പാട്ടിനും എനിക്കും ഒരു വയസ്സാണ്. ഒരേ വർഷമാണ്. ഓ, അതെ 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 1971. അപ്പൊ അത്രയും വയസ്സാണ്. ഒത്തിരി വയസ്സുണ്ടോ? ഇല്ല, ചെറുപ്പക്കാരനായ പാട്ടാണ്. ചെറുപ്പക്കാരനായ. മധു, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നോക്കായിരുന്നു, അത് 1971 ജൂൺ 14th എന്ന് പറഞ്ഞ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. ഓ, ഇതേ ദിവസത്തിൽ ജനിച്ച പ്രമുഖനായിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് പ്രീതം ചക്രവർത്തി. പ്രീതം, ഹിന്ദി, വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് കമ്പോസേഴ്സ്. അദ്ദേഹം കൽക്കട്ടയിൽ ജനിച്ചു, ഞാൻ കൊച്ചിയിൽ ജനിച്ചു. അതിന്റെ വ്യത്യാസമാണ്. അപ്പൊ അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ഒരേ നമ്മള് ഞാൻ ജനിച്ച ദിവസം അതുപോലെ ഒരു ഫേമസ് മ്യൂസിക് കമ്പോസർ ഉണ്ട്. അതാരാണ്? MSV സാർ. MSV സാർ. പിന്നെ ഒരാളും കൂടി ഉണ്ട്, പക്ഷെ ഇത് വേൾഡ് ഫേമസ് ഫുട്ബോളർ മെസ്സി. മെസ്സി. അതൊക്കെ പല വർഷമാണല്ലോ. അതെ, പല വർഷം. പക്ഷെ ഇത് പ്രീതം ഞാനും ഒരേ വർഷം ഒരേ ദിവസമാണ് ജനിച്ചത്. ആണല്ലേ? ഇപ്പൊ ഒരേ സമയത്തായിരിക്കും, അതായിരിക്കും. അപ്പൊ ഈ പാട്ടിന് അത്രത്തോളം വയസ്സുണ്ട്, പക്ഷെ എനിക്ക് അത്രയും വയസ്സില്ല. അതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. പിന്നെ സുശീലമ്മയുടെ വോയിസ് ഈ പാട്ടിന് വളരെ വലിയൊരു പ്രത്യേകതയാണ്. ആ പകർത്തി വച്ചു എന്നുള്ളത് നേരത്തെ കറക്റ്റ് ചെയ്തില്ലേ, ആ സംഗതിയൊക്കെ കൃത്യമായിട്ട് പഠിച്ച് പാടേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്ന കുഞ്ഞ് ഈ പാട്ട് ഇപ്പോഴെടുക്കേണ്ടതല്ല. അതെ, കുറച്ചും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ തഴക്കം വന്നിട്ട് കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു സോങ് ആണ്. അതിനകത്ത് ഒരുപാട് 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 കാര്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വേണം കുഞ്ഞിനെ റെഡിയാക്കിയിട്ട് വേണം ഇവിടെ കൊണ്ടുവരാനായിട്ട്. പിന്നെ ഈ ശ്രാവണ അപ്പോ ശ്രാവണ ചന്ദ്രിക എന്ന് പറഞ്ഞാൽ ശ്രാവണ മാസത്തിലെ ചന്ദ്രൻ, അതിൽ നിന്നുള്ള നിലാവ്, അതാണ് ചന്ദ്രിക എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ മാസത്തിലെ ഒരു നിലാവ്, ഭയങ്കര രസമുള്ള നിലാവ്. ചന്ദ്രനൊക്കെ നോക്കാറുണ്ടോ? കാണാറുണ്ടോ? നിലാവ് ആസ്വദിക്കാറുണ്ടോ? അത് വേണം കേട്ടോ, നമുക്കെല്ലാം ആവശ്യമുള്ളതാണ്. അതാണ് നേച്ചർ, അതാണ് നാച്ചുറൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ശ്രാവണ ചന്ദ്രിക ഇങ്ങനെ വന്നു. അപ്പോൾ ഭൂമി കന്യക അത് കണ്ടിട്ട് ഭൂമി ഒരു കന്യകയായിട്ട് സങ്കല്പിച്ച് ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ഇപ്പൊ അനുരാഗത്തിനെ പറ്റി പറയാവുന്ന ഒരു പ്രായമല്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. മറ്റുള്ള രാഗങ്ങൾ പഠിച്ചാൽ മതി. മറ്റുള്ള രാഗങ്ങൾ പഠിച്ചാൽ മതി. അതെ. അപ്പോൾ ആദ്യത്തെ അനുരാഗത്തിന്റെ കവിതയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരാളുടെ കഥയായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നോക്കൂ, ഒരു നിലാവുള്ള രാത്രിയിൽ ഇങ്ങനെ പൂക്കളുടെ പുഞ്ചിരികളും ഈ ഭൂമിയുടെ തന്നെ പുഞ്ചിരിയും
ഒക്കെ വരുന്ന ഒരു സമയത്ത് ഈ പാട്ട് അവിടെ നിന്ന് നമ്മൾ ആലപിക്കുമ്പോൾ എന്താണോ നമ്മുടെ മനസ്സിൽ വരേണ്ടത് അതുപോലെയാണ് ഈ പാട്ട് പാടേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശരിക്ക് ഇനിയുള്ള സോങ് സെലക്ഷനിൽ പ്രത്യേകിച്ച് ഒന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പാട്ട് ഈസ് ഇറ്റ് ഓക്കെ ഫോർ മീ ടു ടേക്ക് ദിസ് സെലക്ഷൻ എന്ന് ഒത്തിരി ആലോചിച്ചിട്ടാണ് ഓരോ പാട്ടും. കൂടുതൽ ഞാനൊരു ചെറിയൊരു ഫോർമുല പറഞ്ഞുതരാം. അതായത് സിംപ്ലർ സോങ് എടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് 100 അടിക്കാം. എങ്ങനെയുണ്ട്? അതൊന്ന് ട്രൈ. ഓക്കെ, ശരി. MG സാറിന്റെ അതേ ബർത്ത്ഡേ ആന്നല്ലേ പ്രീതം സാറിനും പറഞ്ഞത്. മറ്റൊരു പാട്ട് ഇതേ മൂവിയിലുണ്ട്. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ അതുണ്ടോ നമുക്ക് ചോദിച്ചു നോക്കാം. അല്ല, അതുകൊണ്ടല്ലേ രണ്ടുപേരും മ്യൂസിഷ്യൻസ് ആയത്, ഒരേ ദാഹമായത് കൊണ്ടാണ് രണ്ടുപേരും മ്യൂസിഷ്യൻസ് ആയത്. Exactly. Yes. ഇല്ലേ മൈഥിലിക്കുട്ടി? ഇതും നല്ല ഭംഗിയുള്ള പാട്ടാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇതും. എനിക്ക് മൊത്തത്തിൽ എന്താ തോന്നി അറിയോ, മൈഥിലിക്കുട്ടി പാടി 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 വന്ന് ഇപ്പം പല്ലവിനേക്കാളും അനുപല്ലവി നല്ല ഭംഗിയായി, അനുപല്ലവിയെക്കാളും ചരണം കുറച്ചും കൂടെ ഭംഗിയായിട്ട് വന്ന പോലെ തോന്നി. മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി ഒക്കെ കുറച്ച് കൂടി വരുന്ന പോലെ തോന്നി. പിന്നെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് അത്ര ക്രിസ്പ് ആവാത്ത പോലെ തോന്നി. ഒരു ക്ലാരിറ്റി കുറവാ ഡീറ്റെയിൽസിൽ വന്ന പോലെ തോന്നി. മൊത്തത്തിൽ അതാണ്. നല്ല സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് ആ ശബ്ദവും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ എന്റെ രണ്ടാമത്തെ അനിയത്തി ഇന്നൊരു പാട്ട് പാടേ. ആഹാ, ഏത് പാട്ടാ പറഞ്ഞേ അനിയത്തി? കണ്ണാന്തുമ്പി ആണോ? ശബ്ദം വന്നില്ല. ഇതൊന്നും അല്ല, എന്നോട് വഴക്കുണ്ടാക്കുമ്പോ കേക്കണം. നല്ല ശബ്ദല്ലേ? പാടിയ കേക്കട്ടെ. കണ്ണാന്തുമ്പി. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നിനുള്ളിൽ പൂക്കാലം. വെരി ഗുഡ്. കുറച്ച് നാണമുണ്ടല്ലേ? കുറച്ചല്ലോ, ഒത്തിരി നാണം. നന്നായിട്ട് പാടി. നന്നായി പാടി. ഈ നാണം മാറ്റിയാലല്ലേ അടുത്ത ടോപ്പ് സിംഗറിൽ പാടാൻ പറ്റൂ അല്ലേ? നമുക്ക് മാറ്റണ്ടേ? സ്മാർട്ട് ആവണ്ടി. താങ്ക് യു. അപ്പൊ മൈഥിലിക്കുട്ടി മാർക്കർ ഉണ്ടേന്നോ? മൈഥിലിക്കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 96.25 ഔട്ട് ഓഫ് 100. താങ്ക് യു. അതെ, ഒരു ചെറിയ മാജിക് കാണിച്ചു. ഇത് കണ്ടോ? ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ക്യാപ്റ്റൻ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. No, it's empty. EMPTY. ഓക്കെ. ആ, ഇനി അങ്കിൾ ഒരു കാര്യം ചെയ്യാൻ പോണം. ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ഇടാം. ഞാൻ തൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, ഇപ്പൊ കണ്ടോ? എന്തായി? മുട്ടായി. അവിടെ കൊടുക്കണേ. സക്സസ്. മധു അങ്കിൾ, ഓ, ഇനി വരാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഒരാളാണ്. യെസ്, ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ ശ്രീയക്കുട്ടി എത്തുന്നു. വെൽക്കം ശ്രീയ സോജേഷ് ഓൺ സ്റ്റേജ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശ്രീയക്കുട്ടി. എന്തൊക്കെയാണ്? നല്ല വിശേഷം ആണല്ലേ? ഇനി ഒരു ഡിഫറെന്റ് ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും വർഷം ഇങ്ങനെ ലൈഫ് ഉണ്ടല്ലോ, ഇതുവരെ ഉള്ളത് ഒരു കുഞ്ഞു ലൈഫാണ്. അതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണുന്ന മൊമെന്റ്സ് ഏതൊക്കെയാണ്?
ഫസ്റ്റ് മൊമെന്റ് എന്തായാലും എൻ്റെ സിസ്റ്റർ ജനിച്ചപ്പോഴാണ്. എനിക്കൊരു സ്മോൾ സിസ്റ്റർ വേണമെന്ന് ഭയങ്കര വിഷായിരുന്നു. അപ്പോൾ എനിക്ക് 7 വയസ്സായപ്പോൾ അമ്മ പറയുന്നൊരു ബേബി വരാൻ പോവാണ് എന്നൊക്കെ. എനിക്കൊരു 8 വയസ്സായപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ പേര് ഇഷ എന്നാണ് അവൾ ജനിച്ചത്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അവൾ ആദ്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ബോയ്സിന് കുറച്ച് കുറുമ്പാണ് എന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗേൾസിന് കുറുമ്പില്ല, എനിക്ക് സിസ്റ്ററിനെ മതിയെന്ന്. അമ്മക്കും പെൺകുട്ടീനെയായിരുന്നു വേണ്ടത്. അച്ഛൻ എന്തായാലും കുഴപ്പമില്ല, ഹെൽത്തി ബേബി ആയാൽ മതി. അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്നപ്പോൾ ഗ്രാജുവലി അവൾ ഗ്രോ അപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ബോയ്സ് ആണെങ്കിൽ ഗേൾസ് ആണെങ്കിലും അവർക്ക് കുറുമ്പുണ്ടാവും. ഒരു വ്യത്യാസമില്ല. വേറെന്താ? 2022 ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, സുഹ അക്കാഡമി ഹോസ്റ്റ് ചെയ്തത്. അത് കർണാട്ടിക് മ്യൂസിക് ബേസ്ഡ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ 3 കാറ്റഗറീസ് ഉണ്ടായിരുന്നു. ആദ്യം കീർത്തന, പിന്നെ വർണ്ണം, പിന്നെ കൃതി. അപ്പം 3 കാറ്റഗറീസിലും എനിക്ക് ഫസ്റ്റ് പ്ലേസ് ആയിരുന്നു. അപ്പോൾ അവരെന്നെ ചെന്നൈയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് ഡോക്ടർ നിത്യശ്രീ മാം ആണ്. അവരൊരു ഫേമസ് സോങ് ഉണ്ട്, കണ്ണോട് കാണുമ്പതെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അവരെ മുന്നിൽ നിന്ന് ആ പാട്ട് റെൻഡർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിക്ക് നല്ല സന്തോഷമായി അവരെ മുന്നിൽ നിന്ന് റെൻഡർ ചെയ്യാൻ പറ്റിയത്. എന്റെയും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സോങ് ആണ് കണ്ണോട് കാണുമ്പതെല്ലാം. ശരി, നമ്പർ 3. ഇത് 2 പാസ്റ്റ് ആയിരുന്നു. ഇപ്പൊ പ്രസന്റ് ഉള്ള 2 കാര്യങ്ങളുണ്ട്. ആദ്യം ടോപ്പ് സിംഗറിൽ സെലക്ട് ആയതാണ്. അത് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞേക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മ്യൂസിക് സ്കിൽസ് ഇമ്പ്രൂവ് ആവാനും എല്ലാത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വലിയ ജഡ്ജസിന് മുന്നിൽ നിന്ന് ഇങ്ങനെ പാടാൻ പറ്റിയത്. വലിയ ജഡ്ജസ് ആണ് ഇത്ര വെയിറ്റ് ഉള്ള ആൾക്കാർ. അല്ല, അങ്ങനെയല്ല, ടാലന്റഡ് ജഡ്ജസിന് ടോപ്പ് സിംഗറിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അതുകൊണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്നത്, ഞാൻ RTM അക്കാഡമിയിൽ അഡ്വാൻസ്ഡ് ഹിന്ദി ബോളിവുഡ് ആണ് പഠിക്കുന്നത്. RTM അക്കാഡമിയിൽ RTM സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ എനിക്ക് ഫൈനലിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ചിത്ര ചേച്ചിയുടെയും സോനു നിഗം അവര് 2 മുന്നിൽ പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മുംബൈയിൽ വെച്ചിട്ടാണ്. ഡിസംബറിൽ അവിടെ പാടാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. താങ്ക് യു. അപ്പോഴത്തേക്ക് നമ്മൾ ശരിയാക്കി എടുക്കൂലേ? പിന്നെന്താ, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോ. തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ. അതെന്തിനാ അടയ്ക്കുന്നത്? ചിലപ്പം കൊതുവായിട്ട് വന്നിട്ടുണ്ടോ? കൊതു വന്നോണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? രാത്രി തുറന്നിട്ട ജാലകങ്ങൾ അടച്ചിടും, എന്നിട്ട് പകലാവുമ്പത്തേക്കും അടച്ചിട്ട ജാലകങ്ങൾ തുറക്കും. ബാക്കി ഐഡിയ പറയൂ. ഓക്കെ, ഡീറ്റെയിൽസ്. മൂവി ദത്തുപുത്രൻ, ഇയർ 1970. മ്യൂസിക് ചെയ്തത് ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് ചെയ്തത് വയലാർ രാമവർമ്മ സർ, പാടിയത് പി സുശീല മാം. ഓൾ ദി ബെസ്റ്റ് രേക്കുട്ടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നാണത്തിൽ മുക്കുമീ മുത്ത് വിളക്കിൻ്റെ മാ
പൊട്ടുകുത്തും തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ പൂവൽ കിടക്ക വിരിച്ചോട്ടെ നാണത്തിൽ മുക്കുമീ മുത്തുവിളക്കിൻ്റെ മാണിക്യ കണ്ണൊന്നു പൊത്തിക്കോട്ടെ തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ. തെന്നലിൻ്റെ തേനരുവിക്കരയിലൂടെ ഇന്നേതോ കുളിർ വന്നു പൊതിയുമ്പോൾ തെന്നലിൻ്റെ തേനരുവിക്കരയിലൂടെ ഇന്നേതോ കുളിർ വന്നു പൊതിയുമ്പോൾ എല്ലാം മറക്കുമൊരുന്മാദലഹരി ഇന്നിലെ ഞാൻ കാഴ്ചവെക്കും ഇന്നിലെ ഞാൻ കാഴ്ചവെക്കും മുന്നിൽ കാഴ്ചവെക്കും തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ പൂവൽ കിടക്ക വിരിച്ചോട്ടെ നാണത്തിൽ മുക്കുമീ മുത്തുവിളക്കിൻ്റെ മാണിക്യ കണ്ണൊന്നു പൊത്തിക്കോട്ടെ തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മോളെ വെരി ഗുഡ്. യു ഗോട്ട് എ വെൽവെറ്റ് വോയിസ് കേട്ടോ. അതെ 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 ഈ തൂവൽ കിടക്ക വിരിച്ചോട്ടെ എന്നുള്ളത് ഒരു തൂവൽ കിടക്കയിൽ ഇങ്ങനെ പാട്ടിങ്ങനെ പറന്നു പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. താങ്ക് യു വെരി ബ്യൂട്ടിഫുൾ വോയിസ് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല സെലക്ഷൻ. സുശീലാമ്മ പാടിയത് കേട്ടിട്ട് അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് താങ്ക് യു സർ. കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പല്ലവി വളരെ നന്നായിട്ട് പാടി. എനിക്ക് തോന്നിയത് അനുപല്ലവിയില് മന്ദസ്മിതം കൊണ്ടെന്നുള്ളത് ആ കൊണ്ട് എന്നുള്ളത് ഇത്തിരി ഷാർപ്പായി കൺട്രോൾ നിന്നില്ല. ഇത്തിരി ഓവർ അത് കുറച്ചൊന്ന് വോയിസ് ഒതുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ആവും, കറക്റ്റായിട്ട് വരും. അത് ചിലപ്പോൾ അത്രയും ഹൈപ്പിച്ചായതുകൊണ്ട് ഒതുക്കാനും പറ്റണ്ടാവില്ല അല്ലേ? അതെ. അപ്പൊ എനിക്ക് അതാണൊരു പ്രശ്നം തോന്നിയത് അനുപല്ലവിയില്. പിന്നെ തെന്നലിന്റെ അനുപല്ലവി ചരണം തുടങ്ങിയത് ബീജി കഴിഞ്ഞിട്ട് തുടങ്ങിയില്ലേ, ആ തെന്നലിന്റെ എന്നുള്ളത് തുടങ്ങിയപ്പോൾ ഒരു ശ്രുതി ശരിക്കും അങ്ങോട്ട് ചേർന്നില്ല. രണ്ടാമത്തേല് കറക്റ്റായി. എനിക്ക് ഇതൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ആ ഹമ്മിങ് ഏതാണ് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഹമ്മിങ് ചരണത്തിലൊരു സംഗതി ഉണ്ട് അതുപോലെ തന്നെ. അത് ചരണത്തില് അല്ലേ? അനുപല്ലവിയില് യെസ് അതെ. അത് ഇപ്പൊ പഠിപ്പിച്ചപ്പോ വന്നിട്ടുണ്ട്. ആ ടേക്കില് ചെറുതായിട്ടൊന്ന് അതൊന്ന് പാളി. അത് ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ. പക്ഷെ ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് ഈ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ്, നല്ല സൂതിങ് ആയിട്ടുള്ള വോയിസ് ആണ്. ഇപ്പൊ തന്നെ ഇപ്പൊ എത്രയിലായി? 8ല്. ഈ 8ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് പാടാവുന്ന ഒരു വോയിസ് ആയിട്ടുണ്ട്. അതായത് ആ ഒരു മെച്ചുവേർഡ് വോയിസ് ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. വെരി ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശ്രീകുട്ടി, അച്ഛൻ നീ പേടിപ്പിച്ചോ ഇപ്രാവശ്യവും? രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ക്യാമറയിലേക്ക് നോക്കണ്ടേ? വേണ്ടേ? അപ്പൊ ക്യാമറ വരുമ്പോ ഓഡിയൻസ്, യെസ്, ക്യാമറയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് വേണം പാടാൻ വേണ്ടിട്ട്. അതെപ്പോഴും മനസ്സിൽ വെക്കണേ. ഓക്കെ, പേടിയില്ലാതെ ക്യാമറയിലേക്ക് നോക്കി കോൺഫിഡന്റ് ആയിട്ട് വേണം നമ്മൾ പാടാൻ വേണ്ടി. പാട്ടില് മതിച്ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് എനിക്കും സെയിം തന്നെയാ തോന്നിയത്. വേറൊരു കാര്യം തോന്നിയത് പ്രൊനൗൺസിയേഷൻ ആണ്. തുറന്നിട്ട റാ ആണ്. അത് ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീകുട്ടി അത് പിന്നെയും വന്നു. പിന്നെ പട്ടുഞ്ഞുറി, അവിടെയും ഈ റാ അവിടെ വന്നു. പിന്നെ തളിർ വിരൽ തഴുകുമ്പോൾ, അതൊന്നും ഈ പാടി വരുമ്പോഴത്തേക്ക് ആ ക്ലാരിറ്റി അവിടെ കറക്റ്റ് അവിടെ വരുന്നില്ല. ഇച്ചിരി ഒരു നേസൽ ടോൺ എവിടെയോ വരുന്ന പോലും തോന്നി എനിക്ക്. മെയിനായിട്ട് അതാണ് ശ്രീകുട്ടിയുടെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു നല്ല കാര്യം തോന്നി എന്താ പറഞ്ഞാൽ ഓവറോൾ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് കേട്ടോ. ആ ഗ്രോത്ത് ശരിക്കും കാണാനുണ്ട്. ആ ധൈര്യം, അതെ അതെ.
നല്ല ധൈര്യം വന്നിട്ടുണ്ട്. പഴയ പോലെ അല്ല, ആള് മാറി 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 നല്ല കോൺഫിഡന്റ് കുട്ടിയായിട്ട് വരുന്നുണ്ട്. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോവുക, ഇതുപോലെ തന്നെ പാടി അടിപൊളിയാക്കുക. ഓൾ ദി ബെസ്റ്റ് ശ്രീകുട്ടി. ഇവിടെ വന്ന് നിൽക്കുമ്പോ എത്രത്തോളം ധൈര്യം ഉണ്ട് അത്രത്തോളം പാട്ട് നന്നാവും. അതെ മക്കളെ, യെസ് സർ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അതായത് കണ്ണോട് കണ്ണോരം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ശ്രേയ പാടിയത്. അതില് ശ്രേയയുടെ വോയിസിന്റെ ചില ഫ്രീക്വൻസീസോ ഫ്ലേവറോ ഒക്കെ മോള് പാടുമ്പോഴത്തേക്കും ഈ പാട്ടിൽ എനിക്ക് എങ്ങനെ ധ്വനിച്ചു. അതിന് ശ്രേയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഗായിക. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാ പാട്ടിലും ആ ഒരു ടച്ച് വരുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇഷ്ടമാണ്. എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല, യുനോ. അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടേതായിട്ടുള്ള ഒരു റൂട്ടിലേക്ക് നമ്മൾ പതുക്കെ മാറണം. അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആദ്യം ഒരാളെ ഫോളോ ചെയ്യും നമ്മൾ എപ്പോഴും, പക്ഷെ അത് ഫോളോ ചെയ്തിട്ട് നമ്മൾ കുറേ ദൂരം പോകുമ്പോൾ നമ്മുടെ സ്വന്തം ഗാർഡൻ നമ്മൾ ഉണ്ടാക്കണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? പിന്നെ തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ എന്നല്ലേ നമ്മൾ പറയാ. കമാൻഡ് അല്ല, റിക്വസ്റ്റ് ആണ്. തൂവൽ കിടക്ക വിരിച്ചോട്ടെ, നാണത്തിൽ മുക്കുമീ മുത്തുവിളക്കിന്റെ മാണിക്യ കണ്ണെന്നു പൊത്തിക്കോട്ടെ. അല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഞാൻ പറയാണ് അടച്ചോട്ടെ, അതിന്റെ സ്പീഡ് ശരിയല്ല. അടച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അതും അതിന്റെ ഒരു കമാൻഡ് പോലെ അടച്ചോട്ടെ പേടിപ്പിച്ച് അടയ്ക്കാൻ ശ്രമിക്കുന്ന അല്ലേ. അപ്പൊ ആ ടേ എന്നുള്ള അതുണ്ടല്ലോ, അത് നമ്മൾ സോഫൺ ചെയ്താലാണ് നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് തോന്നുക. അതൊന്ന് പാടിക്കേ, എല്ലാ ടേയും കുറച്ച്. ആ ടേ സോഫ്റ്റ്. നാണത്തിൽ മുക്കുമീ മുത്തവിളക്കിന്റെ മാണിക്യ കണ്ണൊന്നു പൊത്തിക്കോട്ടെ. അവിടെ ടേ സോഫ്റ്റ് ആണ്, അതാണ് വേണ്ടത് കേട്ടോ. പിന്നെ എന്നിലെ എന്നുള്ളത് എന്നിലെ എന്ന് പാടിയതുപോലെ തോന്നി. എന്നിലെ. പിന്നെ പഴയകാലം മുതൽ ഈ പാട്ട് പാടും വരുമ്പോഴത്തേക്കും ഈ പാട്ടിന് ഒരു മണിച്ചിത്രത്താഴുണ്ട്. അതിങ്ങനെ തുറന്നാൽ മാത്രമേ ആ പാട്ടിലോട്ട് കയറാൻ പറ്റൂ. ഞാൻ പൊട്ടുകുത്തും എന്നുള്ള സംഗതിയില്ലേ, അത് എല്ലാവർക്കും പാടാവുന്ന ഒരു സംഗതിയല്ല. എളുപ്പമല്ല. കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ട് അത്രയും സ്പീഡിൽ പാടാനായിട്ട്. അത് കൃത്യം നോട്ട്സ് ഇങ്ങനെ പാടാനായിട്ട്. ദേവരാം മാസ്റ്റർ അത് സൂപ്പറായിട്ട് പാടും കേട്ടോ. ഇതെല്ലാം GNB മോഡലായതുകൊണ്ട് അത്തരം മൃഗങ്ങൾ അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് വരും. സുശീലാമ്മയും അതുപോലെ പാടും, അതുപോലെ തന്നെ പാടും. അപ്പോ മോളത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനൊരു കഴിവ് ഞാൻ അങ്ങനെ കേൾക്കാറില്ല. ഇത്രയെങ്കിലും പെർഫെക്ഷനിൽ ആൾക്കാർ പാടുന്നത് കേൾക്കാറില്ല. സോ യു ഹാവ് ബ്രില്യൻസ് ടു. ശ്രീകുട്ടി, ഈ പാട്ട് ആഭേരി രാഗത്തിലാണ് ഏകദേശം വരുന്നത്. ആഭേരിയിൽ ഒരുപാട് 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 നല്ല നല്ല കമ്പോസിഷൻസ് ഉണ്ട്. കർണാട്ടിക്കിലുണ്ട്, മലയാളം സിനിമാ ഗാനങ്ങളുണ്ട്. ചുന്ദരിമണീസ്, നേരത്തെ വിട്ടുപോയ ഒരു കാര്യം കൂടെ പറയാൻ. എന്താ വെച്ചാൽ ഈ ഹെഡ് വോയിസിലോട്ടുള്ള ട്രാൻസിഷൻ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കേൾക്കുന്ന ഒരാൾക്ക് അറിയാനേ പാടില്ല കേട്ടോ. അതിന്റെ പ്രാക്ടീസ് വേണം. അതിനെ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ then you can make it. Okay? And today Chundarimani going to be awarded 97 on 100. Thank you, sir. ശ്രീകുട്ടി, ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ. അടുത്ത പാട്ട് കലക്കണം നമുക്ക്. ഓക്കെ, ബൈ. മധുങ്കൾ, ഇനി ഒരു പെർഫോമൻസ് റൗണ്ട് വരാൻ പോവാണ്. വളരെ എനർജറ്റിക് ചേച്ചി, എന്റെ ഫേവറേറ്റ് റൗണ്ട് പെർഫോമൻസ് റൗണ്ട് എന്ന് പറയുന്നത്. പെർഫോമൻസിനായിട്ട് വരുന്നു നമ്മുടെ എസ്തർ കുട്ടി. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. ഹായ് ഈസ്റ്റർ. ഹലോ, റോസ് ബ്ലൂ റോസ്. റോസേ, എന്തൊക്കെ പറയുന്നു? ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. പെരുന്നാളിന് പോയോ? പോയി. അവിടെ ഒന്നും ഉണ്ടായില്ല. അവിടെ മഴ കാരണം കടക്കാരൊക്കെ പോയി. അല്ലെങ്കിൽ കടകളിലായിരുന്നല്ലേ എന്ത് വാങ്ങാനായിരുന്നു? ഒന്നുമില്ല, ഞാൻ അവിടെ വെറുതെ ചുറ്റാൻ പോയതാ. അല്ലെങ്കിൽ ഞാൻ എന്തേലും കണ്ടപ്പോ ഒന്നും വാങ്ങിക്കാറില്ലേ? ബലൂൺ വാങ്ങിക്കാറുണ്ട്. ഹൈഡ്രജൻ. അത് പണ്ട് കുഞ്ഞായിരുന്നപ്പോ പപ്പ മേടിച്ചു. പണ്ട് ഇപ്പൊ അതൊക്കെ വിട്ടു.
ഇപ്പൊ വലിയ ആളായി ഇപ്പൊ അല്ലേ? വലിയ ആളെ. ആ. അപ്പൊ എസ്തർ കുട്ടി, ഞാൻ വിചാരിച്ചു ഈ ഹെയർ ബാൻഡ്, ഇത് ഹെയർ ബാൻഡോ ക്ലിപ്പോ എന്താ അത്? ക്ലിപ്പ് ക്ലിപ്പാണോ? അതൊക്കെ ഞാൻ വെച്ചാൽ അവിടുന്ന് മേടിച്ചോണ്ട് വന്നേന്ന്. അല്ല, അത് ഞങ്ങള് കൊറേ മുമ്പ് മേടിച്ചത്. അത് ഈ ആണോ? ഉടുപ്പിലുള്ള എല്ലാ കളറും ഉണ്ട്. ഇത് പെരുന്നാളിന് അവിടെ- വാങ്ങിച്ചല്ല അല്ലേ? അല്ല. അല്ല. ഞാൻ സത്യമായിട്ടും അത് പെരുന്നാളിന് വാങ്ങിച്ചതാന്ന് വിചാരിച്ചു. എസ്തറുടി എന്തോ ഇങ്ങോട്ട് തിരിഞ്ഞാ എങ്ങോട്ടായിരിക്കും? അങ്ങോട്ട് നേരെ. ഇങ്ങോട്ട് തിരിഞ്ഞാ അതെങ്ങോട്ടായിരിക്കും? ഇതാരാ? എന്റെ നെയ്ബറാ. ആണോ? ആ. എന്താ നെയ്ബർ ചേച്ചിയുടെ പേര്? എന്റെ പേര് ഡൈമോൾ. 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 ഡയ്യോ? ആ, അയ്യോ, സ്പെല്ലിംഗ് പറയാമോ? DYEMOL. ആ, ഓ, അത് ശരി. എന്റെ പപ്പയുടെയും മമ്മിയുടെയും പേരിന്റെ ഒരു കൊളാബാണ്. ആണല്ലേ? എന്താ പേര്? എനിക്കൊന്ന് പേരറിയണം. അത് എന്റെ പപ്പയുടെ പേര് ഡിക്സൺ എന്നാ, ആ. മമ്മിയുടെ പേര് മോളി. മോളി. അങ്ങനെ ആ മോളും ഡിയോ ഒക്കെ എടുത്ത്, അപ്പൊ ഞങ്ങക്ക് ലാബാണ്, ലാബോറട്ടറി ആണ്. അപ്പൊ മരുന്നുകളുടെ പേരൊക്കെ വെച്ചിട്ട് ഒരു പാരസെറ്റമോൾ ലൈൻ. ഓ അത് ശരി. എനിക്ക് എനിക്ക് ഓ, അത് മോളല്ല മോളാണ്. മോൾ. MOL. MOL. അപ്പൊ ഡൈമോ ഹസ്ബൻഡിന്റെ പേരും വെറൈറ്റിയാ, ബാജു ആന്റണി. ബാജു. ബാജു ഇതെങ്ങനെ ആന്റണി. കണ്ടുപിടിച്ച്? അത് പിന്നെ ആളുടെ അമ്മയുടെ അടുത്ത് ചോദിക്കണം. എനിക്ക് എനിക്ക് അല്ല, എനിക്ക് എനിക്ക് പരിചയമുള്ള തോന്നണത് റൈമിങ്ങിനാന്ന് തോന്നുന്നു. റൈമിങ്. ആണോ? റൈമിങ്. അവര് 3 പേരാ. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. മൂത്താളുടെ പേര് നന്മ, ആ. രണ്ടാമത്തെ സ്തുതി. സ്തുതി. നന്മയും സ്തുതി. സ്തുതി. വെരി നൈസ്, വെരി നൈസ്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. എനിക്ക് പരിചയം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള നമ്മുടെ എൻ്റെ ഒരു പരിചയമുള്ള അശോകേട്ടനുണ്ട്, അശോക് കുമാർ. അശോകേട്ടൻ്റെ ഒരു വളരെ അടുത്ത ഫ്രണ്ട്, കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബെറ്റ്നിസോൾ എന്നാണ്. അതെ, അതൊരു മരുന്നിന്റെ പേരാണ്. അത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത് ആ മരുന്നാണെന്നാണ് പറയണത്. ഓ, അങ്ങനെ അതുകൊണ്ട് ആ പേരിട്ടു. അങ്ങനെ ആ പേരിട്ടു, ബെറ്റ്നിസോൾ. സ്മരണ. അതെ, സ്മരണ. അപ്പൊ ബെറ്റ്നി എന്ന് വിളിക്കും. എന്തല്ലേ, അതെ അതെ, ഭയങ്കര വെറൈറ്റി. വെറൈറ്റി അല്ലേ ഇത്? അതെ, എന്തായാലും കിടിലം. ഡൈമോളെ, ആ. ഈ വീടിന് തൊട്ടടുത്തുള്ള എസ്തർ എങ്ങനെയാണ്? ഞങ്ങളുടെ വീട്ടില് 3 ഡോഗ്സ് ഉണ്ട്, പെറ്റ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഫേവറേറ്റും എസ്തറാണ്, എസ്തറിന്റെ ഫേവറേറ്റും അവരാണ്. ആണോ? ഇപ്പൊ ഈ 3 മാല അവരുടെ 3 പേർക്കും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? അവള് ഇട്ടേക്കണ ഈ മാല ഉണ്ടല്ലോ. ഓ അത് ശരി. അപ്പൊ ഞങ്ങള് തമ്മിൽ സത്യം പറഞ്ഞ ഒരു ഡാപ്പോടാ ബന്ധാണ്. ആ, എസ്തർ, ഡാ, പോ, ഡാ എന്ന് വിളിക്കണം. അങ്ങനെയാണോ? അതായത് നമുക്ക് ഇപ്പൊ അവർക്ക് കളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഡൈമോളെ കളിക്കാൻ തന്നെയില്ലേ. ഇവർക്ക് അവിടെ ഒരു ഗ്യാങ് ഉണ്ട്, കുറച്ച് കുട്ടികള്. അപ്പൊ അവരാണ് ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടികൾ. അതായത് റൗഡി ഗ്യാങ് ആണ്. മതിലി ആടുക, റംബുട്ടാൻ പറിക്കുക, എന്തോ പറയാൻ പറ്റുന്നുണ്ടല്ലോ. പറയല്ലേ, പറയല്ലേ. ഈ വക ഐറ്റംസ് ആണ് അവിടെ. അപ്പൊ എടാ പോടാന്നാ വിളിക്കാറ്. പിന്നെ ഇങ്ങനെ ഒരു റിസപ്ഷൻ ഞാൻ കണ്ടുപോയപ്പോ ഇവിടെ അവിടെ ഉറക്കന്നെ വിളിക്കുക ഡൈമോളേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആൾക്കാരെല്ലാരും നോക്കിയപ്പോ ദാ വരുന്നു ആചാരബാബു ഒരാള്. ഇവിടെ ആരെയും വിളിക്കണേ. പിന്നെ ഞങ്ങളുടെയൊക്കെ കുട്ടികൾ വലുതായല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്യാങ് ഉണ്ട്. ഞങ്ങളുടെ ഒരു മദേഴ്സിന്റെ ഗ്യാങ് ആണ്. ഞങ്ങളുടെ പിന്നെ വാർഷികത്തിന് ഡാൻസ് ഒക്കെ കളിക്കും. പുള്ളിക്കാരിയുണ്ട്. ആണല്ലേ? ഡാൻസ് ഒക്കെ കളിക്കും. ആ. അപ്പൊ ഞങ്ങള് ഒരു 7 പേരാണ് അതിനകത്തുള്ളത്. ഞങ്ങൾ അതിനകത്ത് പേരിട്ടേക്കണത് വൈബ്രന്റ് ഗേൾസ് എന്നാണ്. ആഹാ. പക്ഷെ ഞങ്ങളെ അവിടുത്തെ പിള്ളേര് വിളിക്കണത് വിഭ്രാന്തി ഗേൾസ് എന്നാണ്. വിഭ്രാന്തി. പക്ഷെ നമുക്ക് നമ്മളിടാലോ. അതെ അതെ, സ്പെല്ലിംഗ് ഏകദേശം ഒരു- Same ആ, same ആ. എന്തുടാലോ. അപ്പൊ ഞങ്ങൾ ആ 6 പേരൊക്കെ ഫ്ലെക്സ് വെച്ച്, ആ. ഞങ്ങളുടെ പേരെഴുതി തന്നെ ഫ്ലെക്സ് വെച്ച്. ആണല്ലേ? കാരണം വൈബ്രന്റ് ഗേൾസിനെ ആർക്കും അറിയില്ലല്ലോ. അതെ അതെ, സ്വന്തമായിട്ട് നിങ്ങളെല്ലാവർക്കും നിങ്ങൾ ആരാണെന്ന് എല്ലാരും അറിയിക്കാൻ വേണ്ടി. ഇന്ന് വൈബ്രന്റ് ഗേൾസിന് ഡാൻസ് ഉണ്ട് ഇവിടെ. അതൊന്നും ഇല്ല, ഇന്ന് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അത് അയ്യോ, കുഴപ്പമില്ല, കൂട്ടി വരണ്ട. ദേ ഇരിക്കുന്നു വേറൊരു vibrant girl. അതെ, 2 വിഭ്രാന്തികൾ. പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എസ്തറിന് എന്തോ vibrant കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. girls. അല്ല, 2 വിഭ്രാന്തികളുണ്ട്. രണ്ട് വിഭ്രാന്തികളുണ്ട്. എസ്തറിന് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എസ്തറിന് ഇഷ്ടമുള്ള സാധനങ്ങളാ. ആ. അപ്പൊ ഞങ്ങൾക്ക് തരുമായിരിക്കും. ഷെയർ ഇടുമായിരിക്കും. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് ഓൾ ഓഫ് us. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ വൈബ്രന്റ് ഗേൾസിലെ 6 പേർക്കും ഒരു ഹായ് പറയാമോ? ഹായ് വൈബ്രന്റ് ഗേൾസ്. Hello, vibrant girls. അപ്പൊ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ഫോർ വൈബ്രന്റ് ഗേൾസ് യെസ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ഫോർ അവർ എസ്തർ. താങ്ക് യു. So sweet. താങ്ക് യു ചേച്ചി. Yes. ഇനി ഇവിടെ ഇരുന്ന് നമുക്ക് പാട്ട് കേൾക്കാം. അല്ല, അതിനു മുമ്പ് അത് പൊട്ടിക്കണം, ഹാമ്പർ. ആ, അത് അവിടെ ഇരുന്ന് തരാം. അപ്പൊ എസ്തർ കുട്ടി, എന്തോ ഏത് പാട്ട്? ഏത് മൂഡ്? മൂട്. ഏത് പാട്ട്? രപ്പാടി പക്ഷിക്കോട്ട. ആഹാ. ഓക്കെ, രാപ്പാടി പക്ഷിക്കൂട്ടം. ആരുടെ പാട്ട്? രാജാ പാട്ട്. രാജ. രാജാതി രാജനന്ദ രാജ കൂജ. പറഞ്ഞോടാ.
എന്ന് പറ്റിങ്ങനെ പതിവില്ലല്ലോ എന്ന് പറഞ്ഞു. ആരുടെ പാട്ട്? മ്യൂസിക് ഇളയരാജ സർ, ലിറിക്സ് ബിച്ചു തിരുമല സർ, ആ. സിനിമ എന്റെ സൂര്യപുത്രിക്ക്, ഇയർ 1991, യെസ്, സിംഗർ ചിത്രമ്മ ആൻഡ് കോറസ്. വെരി ഗുഡ്. ചിത്രമാൻ കോറസ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബം ഹബം ബം ബം ഹബം ബം ബം ഹബം 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 ബം ബം ഹബം ബം. ചുറ്റും
ലിപ്സി ചേച്ചി, ഡൈമോൾ ചേച്ചി, എന്തായി കാണിക്കുന്നത്? വേറെ ലെവൽ. ഞാനിവിടെ വെറുതെ ഡാൻസ് കളിക്കാൻ തുള്ളിച്ചാടി വന്നപ്പോ അവര് വേറെ എനർജി. ആഹാ, കിഡിലൻ ഇല്ലേ ചേട്ടാ? അതെ 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 അതെ. അല്ല, എസ്ത്ര കുട്ടിയുടെ പാട്ടിന് ആദ്യമായിട്ടാണോ ഡാൻസ് കളിക്കുന്നത്? അതെ. ആണോ? ആദ്യമായിട്ടാണ്. എന്ത് തോന്നി? പെട്ടെന്ന് ഒരു ടെൻഷൻ ഫ്രീ ആയ പോലെ. സ്റ്റേജിൽ കേറിയിട്ട് ടെൻഷൻ ഫ്രീ ആയ പോലെ തോന്നുന്ന ഒരേ ഒരാള്. എസ്ത്ര കുട്ടി എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല എനർജി. എസ്പെഷ്യലി എനിക്ക് കോറസിനെ പറ്റിയിട്ട് ഇവിടെ പറയാതിരിക്കാൻ വയ്യ. റിയലി യെസ് 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 യെസ്. ആ അനുപല്ലവിയും ചരണത്തിലും വരുന്ന ഹാർമണീസ് ഭയങ്കര രസത്തിലായിട്ട് അവർ പ്രസന്റ് ചെയ്തു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഒപ്പത്തിനൊപ്പം നമ്മുടെ എസ്തർ കുട്ടിയുടെ ഈസ്റ്റർ കുട്ടി. കുട്ടിയുടെ പാട്ടും ഉണ്ടായിരുന്നു. കിടിലം കോസ്റ്റ്യൂം, കിടിലം പെർഫോമൻസ്. താങ്ക് യു. അതെ, എനിക്ക് ആ മൂൺ വാക്ക് ഒന്നും കൂടെ കാണണം. അത് പ്ലാൻ ചെയ്തു. ആരും കണ്ടില്ല. കണ്ടോ? കൊള്ളാലോ. അത് പാട്ടൊരു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. മൂൺ വാക്കിന് വേണ്ടി അതെ 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 അതെ. ഞാൻ എങ്ങനെ ചെയ്യും, എവിടെ നിന്ന് തുടങ്ങും, ഏത് അതെ അതെ. വേറെ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ടായിരുന്നു എം ജെ സർ. അത് അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അല്ലേ? അതും ഹേ എന്ന് മറ്റൊരു ഇതുവരെ ഹേ എന്ന് വരുമ്പോ കാണിച്ചേ നോക്കട്ടെ. ആര്യ, ഓ എനിക്കൊരു മൂൺ വാക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് സ്ട്രെച്ചറിൽ എടുത്തോണ്ട് പോവാൻ. വരല്ലേ? വേണ്ട. എന്റെ വലത് കൈ എനിക്ക് നഷ്ടപ്പെടാൻ താല്പര്യമില്ല. അവിടെ തന്നെ നിന്നു. ആരും എം ജെ സാറിന് ഡാൻസ് കളിക്കാൻ വിളിക്കരുത്. മധുചേട്ടൻ എത്ര വേണമെങ്കിൽ വിളിച്ചു, ഒരു കുഴപ്പമില്ല. അത് ശരി. മധുങ്കിളുടെ ഒരു ലുലു മാളിലുണ്ടായ ഒരു പെർഫോമൻസ്. മധു അങ്കിൾ. മധു അങ്കിൾ. അയ്യോ സോറി, പറഞ്ഞു. അല്ല, എല്ലാരും ഇപ്പൊ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. കുഴപ്പമില്ല, വിളിച്ചോളൂ മധു അങ്കിൾ. അപ്പൊ ഇവള് അത് നോക്കി കൊറേ പ്രാവശ്യം നോക്കി ആ സ്റ്റെപ്പ് പഠിക്കണ്ടായിരുന്നു. ആണോ? അതത്ര നമ്മള് കണ്ട സ്റ്റെപ്പ്. അതെ, ഇങ്ങനെ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് അല്ലേ? അല്ലേ? ഞാനും ആരും ചെയ്ത് കൊറേ ട്രൈ ചെയ്തായിരുന്നു. നമുക്ക് പറ്റുന്നില്ല. ലെജൻഡ്സ് ക്യാൻ. എന്റെ ദൈവം, ഞാൻ ഓർക്കണ പോലും അങ്ങനെ സ്റ്റെപ്പ് ചെയ്തത് ഞാൻ തന്നെയാണോ എന്ന് ഞാൻ കാണിച്ചുതരാം. എന്റെ കയ്യിലുണ്ടല്ലോ. കിടിലനായിരുന്നു ചേട്ടാ, കിടിലനായിരുന്നു. അത് ശരി. എന്തായാലും താങ്ക് യു ക്യാപ്റ്റൻ. യെസ്. എനിക്ക് ഈ പാട്ടിനെ പറ്റി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നറിയോ? ഇത് പെൺകരുത്തിന്റെ പാട്ടാണ്. യെസ് യെസ്. സ്ത്രീ ശക്തി. വെറുതെ നമ്മൾ എല്ലാവരും പറയാറ് പെൺകരുത്ത്, സ്ത്രീ ശക്തി എന്നുള്ളത്. പക്ഷെ ഈ പാട്ടില് ശരിക്കും അതിന്റെ ലിറിക്സിലൊക്കെ ശരിക്ക് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശക്തി ശരിക്കും എങ്ങനെയാണോ ഒരു പെൺ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം, സ്ത്രീ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം, കൂട്ടിൽ അടയ്ക്കപ്പെട്ട ആൾക്കാരല്ല മൂവിയും കൂടെയാണ് അല്ലേ, കളിയാട്ടപ്പാവയല്ല. അപ്പൊ അങ്ങനെ ഒരു പാട്ടെടുത്തതിന് സൂപ്പറാണ്. താങ്ക് യു. ഈ കോവിഡ് സമയം എന്ന് പറഞ്ഞത് ഒരു വലിയൊരു പാഠമായിരുന്നു ജീവിതത്തിൽ. അതുവരെ അടുക്കളയിൽ പോവുകയോ എന്തെങ്കിലും ചെയ്യുമായിരുന്നില്ല ഞാൻ. ഇപ്പൊ ഫുൾ. പക്ഷെ അതെല്ലാം തെറ്റായി പോയി. ഇപ്പൊ ഫുൾ ഓൾമോസ്റ്റ് അടുക്കളയിലാന്ന് പറയാം. കാരണം അത് തെറ്റായി പോയി എന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ശരിക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള വലിയൊരു പാഠമാണ് കോവിഡ് സമയം എനിക്ക് തന്നത്. അപ്പൊ ബാജു വീട്ടിൽ അങ്ങനെയാണോ? അതെ. ആണോ? ഞാൻ ഇപ്പോഴും ഫുൾ ടൈം കുക്കിംഗ് പരിപാടികൾ അത് അത്യാവശ്യത്തിനൊക്കെ സഹായിക്കും. എന്താണ് ഫേവറേറ്റ് ഡിഷ്? ആലു പറാട്ട. ആലു പറാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ ഇഷ്ടം അല്ലേ? പനീർ പറാത്ത, ആലു പറാത്ത ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അതിന്റെ കൂടെ എന്താണ് സംഭവം? അതിന്റെ കൂടെ ഗ്രേവി. അതിന്റെ മൂത്ത മോള് നന്നായി കുക്ക് ചെയ്യും, നല്ല അസലായിട്ട് കുക്ക് ചെയ്യും, നല്ല കോണ്ടിനെന്റൽ നന്മ അതൊക്കെ. അപ്പൊ അവള് കറികളൊക്കെ നന്നായി ഉണ്ടാക്കും. ഞാൻ ഈ പറാട്ട പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ. ഡൈമോൾ എന്ത് ചെയ്യും? ഡൈമോള് കഴിക്കും. സത്യം നന്നായിട്ട് കഴിക്കുന്നത്, റിലാക്സ് ചെയ്ത് കഴിക്കും. എല്ലാ ദിവസവും ആലു ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ. അപ്പൊ എസ്തർ കുട്ടി, ഞാൻ ഈ പെൺകരുത്തിനെ പറ്റി പറയുമ്പോ അത് പാടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫോഴ്സ്ഫുൾ ആയിട്ട് പാടിക്കൂടെ? യെസ്. രാപ്പാടി പക്ഷിക്കുട്ടം കണ്ടാ, അതിന്റെ ഒരു പവർ വേണം. പെൺകരുത്ത്. 1 2 3 4. രാപ്പാടി പക്ഷിക്കൂട്ടം ചേക്കേറാ കൂട്ടിൽ നിന്നും പറന്നിടുന്നേ, ചുറ്റിക്കറങ്ങിടുന്നേ, മുത്താറ് കൊമ്പിൽ കെട്ടും മത്താപ്പൂ കത്തിപ്പൊട്ടും വെടിപ്പടക്കം വാടിപ്പടക്കിറങ്ങാം. അപ്പൊ അങ്ങനെ പാടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ അത് സൂപ്പറാണ്. അപ്പോഴാണ് പെൺകരുത്തിന്റെ പാട്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പാട്ടാവൂ, അല്ലെങ്കിൽ വേറെ പാട്ട് ഒലിരിക്കും. ഓക്കെ. പിന്നെ ആ കാലത്തൊക്കെ നമ്മുടെ കോളേജ് കാലങ്ങളിലാണ്
ഈ ചെത്ത് എന്ന് അതെ, പറഞ്ഞ ചെത്ത് എന്നുള്ള ഒരു വാക്ക്. അതെ. ചെത്ത് പിള്ളേരെന്നൊക്കെ ഓർമ്മ കാണും. നമ്മളൊക്കെ ഇങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് പുതിയ ഒരു വാക്കായിരുന്നു. അതെ, ചെത്തായിരുന്നു കേട്ടാ. ചെത്ത് പാർട്ടി അതെ, എന്ന് അതെ, ചെത്ത് ചെത്ത് പാർട്ടി. പിള്ളേരെന്ന് അതെ, പറയും. ചെത്ത് പിള്ളേർ. ബൈക്കിൽ ചെത്തി നടക്കാം, നടക്കാം. അതെ, അതെ, ബാഗി അതെ. പാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെ, അതെ, അല്ലെ ആ കാലത്ത്. ഇപ്പൊ അതെ, നമുക്കത് പഴയതായിട്ട് തോന്നും, പക്ഷെ ചെത്തായിട്ട് പാടി കേട്ടാ. താങ്ക് യു. ഓക്കെ, വേദിയിൽ നിൽക്കുന്ന സ്ത്രീ കരുത്തുകളെ. എന്തായാലും കൊള്ളാം, നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ് കലക്കി ട്ടോ. Thank you. നന്നായിരുന്നു. എസ്റൂട്ടി നല്ല സെലക്ഷനാണ്. മറ്റേ നല്ല എന്താ പറയാ, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഇപ്പൊ കൊണ്ടുവന്ന് പാടിയത്, താങ്ക് യു. അല്ലേ? അതെ. അപ്പൊ അതിന് വേണ്ടത് പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് പാടി. അതിന്റെ വേണ്ടതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഭൂരിഭാഗവും പാടിയത്. പക്ഷെ കുറച്ചും കൂടി ഒരു എനർജി വേണമെന്ന് എനിക്ക് തോന്നി. അതിപ്പോ MJ ഞങ്ങൾ പറഞ്ഞു Okay. കേട്ടോ. ഈ അങ്ങനത്തെ ഒരു പാട്ടാണല്ലോ ഓ. അത്, സ്ത്രീകളുടെ ശക്തി ആ. അത് നിഴലിക്കേണ്ട പാട്ടാണ് ഓ. കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ ആ പവറിൽ പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കുറേയും കൂടി നന്നായേനെ. ഓ. എനിക്ക് എസ്തർകുട്ടിയോട് പറയാനുള്ളത് മറ്റേ തരരരരാ, അതില്ലേ അതിന്റെ ക്ലാരിറ്റി, ആ സംഗതി എന്റിലുള്ളത് കേട്ടോ. ചുറ്റിക്കറങ്ങിടുന്നേ, അത്. പിന്നെ വെടിപ്പടക്കം, അതിന്റെ നോട്ട് ഒന്ന് പാടിയേ. വെടിപ്പടക്കം 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 വാടിപ്പടക്കിറങ്ങാം പടക്കിറങ്ങാം. പടക്കിറങ്ങാം. അതെ, അതിന്റെ ക്ലാരിറ്റി കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് കോറസും കൂടി വന്ന ഹാർമണി വന്നില്ലേ ആ സമയത്ത്, രണ്ടാമത്തെ ലൈൻ, പള്ളിക്കൂട മുറിയിൽ ഒരു കയ്യം കൂപ്പിയെന്നും പാടും പോലെയാടാൻ കണിയാട്ട പാവയല്ല. ആ നോട്ട്, അത് രണ്ടും ഒരേ സ്റ്റൈൽ, ഒരേ നോട്ടിൽ ലാൻഡ് ചെയ്യണ പോലെ തോന്നി ഹാർമണി വന്നപ്പോ. അത് അപ്പം മോള് കുറച്ചും കൂടി ബോൾഡാക്കി പാടണം, അവിടെ കുറച്ചും കൂടി തെളിയിച്ച് പാടണം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഹോ, അതില്ലേ ഹൊയ്യാരയുടെ ഹോ, എങ്ങനെയാ തുടക്കത്തില് എത്തുമെടി റോന്തു ചുറ്റണ ചെത്തുപാട്ടികളിലെ ഇനിയൊത്തുപിടി പെൺകുരുന്നുകൾ ചെമ്പരന്തുകൾ പോലെ ഹോയ് എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ചും കൂടി പവർ പാടി. ഹോയ് ഹോയ് ആരാ. ആ അതെ, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ചരണത്തിലും കേട്ടോ, പോലെ Okay. ഒഴുകും എന്നുള്ളിടത്ത് ശ്രുതി, ഇതൊക്കെയാണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എസ്തറൂട്ടിക്ക് ടെൻഷൻ മാറിയില്ലേ? ഒരു സംശയം. ടെൻഷൻ ഉണ്ടോ? ആ, ഇവിടുന്ന് കാണുമ്പോ ഉണ്ടോ ടെൻഷൻ ഉണ്ടോ ഇപ്പോഴും? സത്യം പറയണ എന്റെ അടുത്ത്. ടെൻഷനൊന്നുമില്ല. ഇല്ലാത്ത പോലെ ശരി, ആള് ഫ്രീ ആണ്. നമ്പർ തുറക്കാനുള്ള ധൃതിയാ. അത് എനിക്കുണ്ട് ആ ധൃതി. എന്നാ വേഗം മാർക്ക് കൊടുക്കാം നമുക്ക്. മാർക്ക് കൊടുക്കാം. അപ്പോ എസ്തർ കുട്ടിക്ക് ഇന്ന് ആലു പറാത്ത ഔട്ട് ഓഫ് 100. ഓ, ആലു പറാത്ത ഔട്ട് ഓഫ് 100 മതിയോ? അത് മതി. അവൾ അവിടുന്ന് അത് കഴിച്ചു മടുത്തു. ഇവിടെ വന്നപ്പോഴും അത് തന്നെ. 9,70,00,000 മാർക്ക്. ആലു പറാത്ത ഈക്വൽസ് 97.5 ഔട്ട് ഓഫ് 100. ഓക്കെ, ബൈ ഗേൾസ്. താങ്ക് യു. ബൈ ബൈ. മധുങ്കൾ, ഓയ്, മധുങ്കൾ ആരെങ്കിലും മറന്നിട്ടുണ്ടോ? മറന്നു വെച്ചാൽ കുറച്ച് ആൾക്കാരൊക്കെ മറന്നു പോയിട്ടുണ്ട്. ആരെയാണ് മധുങ്കൾ മറന്നത്? എന്തുകൊണ്ടാണ് മറന്നത്? അത് ഓർമ്മയില്ലാത്തോണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മറക്കാതിരിക്കാൻ, ആരും മറക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പാട്ടാണ് വരാൻ പോകുന്നത്. നമ്മുടെ റിയാൻ കുട്ടൻ. ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. അവൻ ഒറ്റയ്ക്ക് വരണം. ആ സ്റ്റെപ്പ്. ഓക്കെ, ഓക്കെ. ഹായ് റിയൻ കുട്ടാ. ഹായ് മധു സാറേ. നല്ല കുർത്തയും പൈജാമയാണല്ലോ. ആ, വെള്ള വൈറ്റ് ആൻഡ് വൈറ്റ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു പോയി, നല്ല ഹാപ്പി ആയിരുന്നു. ആണല്ലേ? മറ്റേ കൺമണി പൂവൊക്കെ പാടിയില്ലേ ബിനു ചേട്ടൻ, അതെ ബിനു ചേട്ടൻ. ആ ചേട്ടനൊക്കെ പറഞ്ഞ എന്താന്നറിയോ, എന്ത് പറഞ്ഞു? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ പാടാൻ അവസരം കിട്ടിയെന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓ അത് ശരി. ആ, പിന്നെ എന്തൊക്കെ വിശേഷം? എന്റെ അനിയത്തി ഇച്ചിരി കുറച്ച് കുസൃതിയൊക്കെ ആണല്ലേ? ഓ, അത് ശരി. അപ്പൊ എന്തൊക്കെ കുറുമാണ് അനിയത്തിയുടെ? ഇപ്പൊ TV ഒക്കെ വെക്കാൻ അറിയാം അനിയത്തിക്ക്. ആണോ? അപ്പം TV ഒക്കെ വെച്ചിട്ട് ഷോർട്സ് ഒക്കെ കാണുമ്പം കുറച്ച് കഴിഞ്ഞാ ഞാനിങ്ങനെ അവളോട് പറയും, റിമോട്ട് താ മോളെ, ഏട്ടന് പാട്ട് വെച്ചതാന്നൊക്കെ പറയും. ആഹാ. അപ്പം അവള് തരാറില്ല. അനിയത്തിയുടെ പേരെന്താ? അനിയത്തിയുടെ പേര് ഋതി. പിന്നെ ഒരു സീക്രട്ട് ഉണ്ടേ. ആ, റിയാൻ കുട്ടന് ഏറ്റവും ആഗ്രഹം എന്താ? ദാസാറിനെ കാണണമെന്ന്. ദാസാറിനെ കാണുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ദാസാറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ റിയാൻ കുട്ടന്റെ കാര്യം പറഞ്ഞു. ആ, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി നാട്ടിൽ വരുമ്പോൾ സൗകര്യമായിട്ട് റിയാൻ കുട്ടൻ്റെ കൂടെ സംസാരിക്കാന്ന്. ആ,
സമാധാനമായി. അപ്പൊ അതൊക്കെ സംഭവിക്കും കേട്ടോ. ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? മറക്കുമോ നീ എന്റെ മൗനഗാനം. അതാണ് മധുചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്. മറന്നപ്പോഴൊക്കെ ചോദിച്ചത്. ഡീറ്റെയിൽസ് പാടിയത് KJ യേശുദാസ് സാർ. സിനിമ കാരുണ്യം. വർഷം 1997. ലിറിക്സും മ്യൂസിക്കും കൈതപ്രം സാർ. യെസ്. ഇത് ചിത്രമ്മയും പാടിയിട്ടുണ്ടോ ഈ പാട്ട്? ചിത്രമ്മയും ഒരു വർഷം പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നി. അപ്പൊ കൊള്ളാട്ടാ. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി പാട്ട് കറക്റ്റ് ആയിട്ട് പാടുമോ നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? റെഡി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. അതാരാ പറഞ്ഞേ? ചേച്ചി തന്നെ. ഞാൻ തന്നെയാണോ? ഓൾ ദി ബെസ്റ്റ്. അതാരാ പറഞ്ഞേ? എല്ലാരും പറഞ്ഞു സാറ്. അയ്യോ മതിയേ, മതി മതി മതി. മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ, മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം.
എല്ലാം നമുക്കിനി മറക്കാം. ആഹാ വെരി ഗുഡ് മോനെ വെരി ഗുഡ്. താങ്ക് യു സാർ. കലക്കി റിയാൻ. താങ്ക് യു സാർ. റിയാൻകുട്ടാ സന്തോഷം വരികയാണ്. എപ്പോഴും ചിരിച്ചോണ്ടി. അല്ല മധു സാറിന്റെ കോമഡി കേട്ടിട്ട് അത് പാട്ട് പാടിയതല്ലേ ഇപ്പൊ? ഈസിൽ ഒച്ചയുണ്ടാക്കിയപ്പോ കോമഡി കേട്ട് ചിരിച്ചതാ. മറ്റേ ശബ്ദം ഉണ്ടാക്കുമോ ചേട്ടാ? വേണ്ടായേ. കുട്ടികളെ പോലത്തെ വേണ്ട ശബ്ദം. വേണ്ട 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 പ്ലീസ് പ്ലീസ് ഞാൻ വിളി കേൾക്കില്ല. ഞാൻ വിളി കേൾക്കുന്നില്ല. ഞാൻ ഓടാം. ചിലപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും പറയണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്തോ ഒരു ലംപ് ഇൻ ദ ത്രോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ സത്യമായിട്ടുള്ള സംഗീതം കേൾക്കുമ്പോഴാണ് അങ്ങനെ വരിക എനിക്ക് പലപ്പോഴും. എന്ന് പറഞ്ഞാൽ അവൻ പാടുന്ന അവന്റെ ശബ്ദത്തിനൊരു സത്യസന്ധതയുണ്ട്. കറക്റ്റ്. ആ ശബ്ദത്തില് അതിന്റെ പ്രകാശവും ഒരു ആഴവും നമുക്ക് അളക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതെ അതെ അതെ. ഇപ്പൊ ആദ്യത്തെ നോട്ട് അത് എടുക്കുമ്പോ തന്നെ ഇപ്പൊ മറക്കുമോ ആ ദാ എന്നുള്ള നോട്ട് തന്നെ ഇപ്പൊ ഞാൻ പാടിയത് അത് കുറച്ചുകൂടെ മെക്കാനിക്കലാണ്. പക്ഷെ അവൻ പാടുമ്പോഴത്തേക്കും അതിനകത്ത് എന്തോ ഒരു ആത്മാവും കൂടെ ഉള്ളതായിട്ട് അതെ അതെ തോന്നുന്നു. അതെ അതെ. താങ്ക് യു സാർ. അപ്പൊ മാത്രമാണ് ശരിക്കും സംഗീതം ഉണ്ടാവുന്നത്. താങ്ക് യു സാർ. മറക്കുമോ നീ എൻ്റെ മൗനഗാനം. എന്ത് രസമായിട്ടാ നീ പാടിയത്. താങ്ക് യു സാർ. അതെ, അതെ. ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം പോലെയാണ് അങ്കിൾ ഇങ്ങനെ ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്നത്. താങ്ക് യു സാർ. ഒന്നു തൊടുമ്പോൾ നീ താമരപ്പൂ പോലെ മിഴികൂമ്പി നിന്നൊരാ സന്ധ്യകളും ആ മുറിവേറ്റ കരളിന് മരുന്നായി മാറും അതൊന്ന് പാടാമോ? മുറിവേറ്റ അത് പാടിയപ്പോഴൊരു വിങ്ങലുണ്ടായി എനിക്ക്. ആ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലൊരു വിങ്ങൽ വന്ന് ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ പിടിച്ചു വെച്ച പോലെ. ഒന്നുകൂടെ പാടാമോ അത്? ഒന്നു തൊടുമ്പോൾ നീ താമരപ്പൂ പോലെ മിഴികൂമ്പി നിന്നൊരാ സന്ധ്യകളും മുറിവേറ്റ കരളിന് മരുന്നായി മാറും നിൻ ആയിരം നാവുള്ള സാന്ത്വനവും മറക്കാൻ കൊതിച്ചാലും തിരി നീട്ടി ഉണർത്തുന്നു മിഴി നിറഞ്ഞൊഴുകുന്ന പ്രിയ നൊമ്പരം. മതി ഞാൻ ചുമ്മാ ലിങ്ക് ഇട്ടു. സബാഷ് 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 സബാഷ്. വെരി ഗുഡ് വെരി ഗുഡ് മോനെ. Thank you, sir. നല്ല രസമായിട്ട് ആ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നു. താങ്ക് യു സാർ. അറിയാം എന്തോ അങ്കിള് പറഞ്ഞ അത്രയും അങ്കിളിന് ഒത്തിരി 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 ഇഷ്ടമായെന്നാണ്. ആ പക്ഷെ ഒന്നും പറയാൻ പറ്റാതായി പോകുന്നു. കാരണം ഈ പാട്ട് കേട്ടിട്ട് അങ്കിള് സൈലന്റ് ആയി പോകുന്നു. അതാണ് ഒരു മൗനമായി പോകുന്നു. അതെ, എത്ര വയലന്റ് ആയിരുന്ന MJ അങ്കിള് സൈലന്റ് ആയി. അത് ശരിക്കും ആ മറക്കുമോ നീ എന്റെ ആ നീ എന്റെ രണ്ടു മൂന്ന് വേരിയേഷൻസ് പാടിയത് മൂന്നും മധുസാറും ആര്യ ചേച്ചിയും കോമഡിയുടെ മാസ്റ്റേഴ്സ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയോ? കാരണം എന്താന്നറിയോ? നിങ്ങളാ കുട്ടിയുടെ ശബ്ദം ഉണ്ടാക്കിയോണ്ട് തന്നെ. അത് ശരി. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളല്ലേ റിയാൻകുട്ടാ? കുട്ടികളോ? അതെ, മനസ്സിലെല്ലാരും കുട്ടികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിരിപ്പിക്കുന്നതും റിയാൻകുട്ടൻ ചിരിക്കുന്നതൊക്കെ അതുകൊണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ റിയാൻകുട്ട പാടിയത്. ആ ഫീല് വരുന്ന ഭാഗങ്ങള് അതൊക്കെ അതിഗംഭീരായിരുന്നു റിയാൻകുട്ട. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. എന്തോ നീ നന്നായിട്ട് പാടിയടാ. അവന്റെ ചിരി എന്ത് രസാ. റിയാൻകുട്ടാ എന്തോ അടിപൊളിയായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. ആ ഫീല് അത് നമുക്ക് ശരിക്കും കിട്ടി പാടിയതില് കേട്ടോ. ഹൈ പിച്ച് പോകുന്ന സ്ഥലങ്ങളിൽ കുറച്ച് സ്ട്രെയിൻ ഉണ്ടെന്നേ ഉള്ളൂ, ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കറക്റ്റ് ആയിട്ട് അത് കൺവേ ചെയ്തു എല്ലാം. പല്ലവി സൂപ്പറായിട്ട് പാടി, അനുപല്ലവിയും വളരെ നന്നായിട്ട് പാടി. അനുപല്ലവിയിൽ എഴുതിയ ചിത്രങ്ങളില്ലേ, അത് മാത്രം എനിക്ക് ഇന്ന് കേൾക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചിത്രങ്ങൾ അതെ അത് മാത്രം കുറച്ചും കൂടി ഇന്ന് ഫിനിഷ് ആവണമെന്ന് തോന്നി. ബാക്കിയെല്ലാം എനിക്ക് വളരെ 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 ഇഷ്ടമായി. താങ്ക് യു സാർ. റിയാൻകുട്ടൻസ് എന്തോ ഇന്ന് മക്കളുടെ മാർക്ക് 98.25 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. മറക്കുമോ നീ എൻ്റെ മൗനഗാനം
ഹാപ്പി ആണോ റിയാൻകുട്ടൻ? ആ ഈ വേറൊരു സ്പെഷ്യൽ കാര്യം കൂടി ഉണ്ട്, എന്താണെന്നറിയാവോ? എന്താ? നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ അപ്പൊ റിയാൻകുട്ടന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. അത് ആരാ തരണ്ടേ? ഞാൻ വരട്ടെ. ഞാൻ മതി. ജയചന്ദ്രൻ സാർ. അയ്യോ മിണ്ടാതിരിങ്ങള് കോമഡി മാസ്റ്റേഴ്സ് കുറച്ചേരം മിണ്ടാതിരിക്കാൻ. MJ അങ്കിൾ വെൽക്കം. റിയാൻകുട്ടന് നമ്മുടെ വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഒരു മഴ പെയ്ത പോലെ ഇല്ലേ? അതെ അതെ അവന്റെ പാട്ട് കഴിഞ്ഞപ്പോ. അതെ അല്ലേ? നന്നായിട്ട് വരട്ടെ. റിയാൻകുട്ട ടാറ്റ, ഓൾ ദ ബെസ്റ്റ്. ഓ താങ്ക് യു. ടാറ്റ. ഗുഡ് നൈറ്റ്. തെളിയാത്ത പേന കൊണ്ടെന്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ. ഇന്നത്തെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഒരുപാട് സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ ഇന്ന് നമ്മുടെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. പ്രേക്ഷകർ ഒരുപാട് എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.